ആലപ്പുഴയിൽ കെ.സി. വേണുഗോപാൽ മത്സരിക്കുന്നത് എന്തെങ്കിലും ഡീലാണോ എന്ന് സംശയിക്കുന്നെന്ന് CPIM പോളിറ്റ് ബ്യൂറോ അംഗം M.A. ബേബി. രാജ്യസഭയിൽ കോൺഗ്രസിനുള്ള സീറ്റ് കളഞ്ഞിട്ടാണ് ആലപ്പുഴയിൽ വേണുഗോപാൽ മത്സരിക്കുന്നത്. വേണുഗോപാൽ ജയിച്ചാൽ BJPക്ക് രാജ്യസഭയിലെ അംഗബലം വർദ്ധിപ്പിക്കൽ എളുപ്പമാകുമെന്നും ഇത് സംശയമുയർത്തുന്നുവെന്നും M.A. ബേബി പറഞ്ഞു. രാജസ്ഥാനിൽ നിന്ന് ഇനി 2 വർഷം രാജ്യസഭാംഗമായി തുടരാൻ ബാക്കിയുള്ള ശ്രീമാൻ കെ.സി. വേണുഗോപാൽ കേരളത്തിൽ ഒരു സീറ്റിൽ നിന്ന് മത്സരിക്കുകയാണ്. ഒന്നുകിൽ കെ.സി. വേണുഗോപാൽ ആലപ്പുഴയിൽ നിന്ന് ജയിക്കാൻ വേണ്ടിയല്ല മത്സരിക്കുന്നത്. ഇനി കെ.സി. വേണുഗോപാൽ ജയിക്കും ആലപ്പുഴയിൽ എന്നാണ് കണക്കൂട്ടുന്നതെങ്കിൽ ജയിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കേണ്ടത്? രാജ്യസഭ രാജിവെക്കേണ്ടത്. ജയിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ജയിച്ചു കാണിക്കാൻ വേണ്ടിയിട്ടാണ്, ഞാൻ രാജ്യസഭാംഗമായിട്ട് തുടരുകയാണ്, ഞാൻ ലോകസഭാംഗത്വം രാജിവെക്കുകയാണ് എന്ന് പറയാനിടയില്ലല്ലോ. ഇപ്പൊ രാജിവെച്ചാൽ രാജസ്ഥാനിൽ BJPക്ക് കൃത്യമായ ഭൂരിപക്ഷം, അവരുടെ ഗവൺമെന്റാണുള്ളത്. ഒരു സീറ്റിലേക്ക്, രാജ്യസഭയിലെ ഒരു സീറ്റിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നാൽ BJPയുടെ അംഗമാണ് രാജസ്ഥാനിൽ നിന്ന് രാജ്യസഭയിലേക്ക് പോവുക. രാജ്യസഭയുടെ ഇപ്പോഴത്തെ സ്ഥിതി എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. BJPയുടെയും NDAയുടെയും മാത്രം വോട്ടുകൾ കൊണ്ട് ജനവിരുദ്ധ നിയമങ്ങൾ, കരിനിയമങ്ങൾ രാജ്യസഭയിൽ കൊണ്ടുവന്ന് പാസ്സാക്കാൻ അവർ കഴിയില്ല. അപ്പൊ അവിടെ ഭൂരിപക്ഷം ഉണ്ടാക്കാൻ അവർ ഓരോ സീറ്റും പിടിച്ചെടുക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ കെ.സി. വേണുഗോപാൽ എന്തെങ്കിലും ഡീലാണോ? ഞാൻ അത്ഭുതപ്പെടുകയാണ്. എന്താണ് ഈ തീരുമാനം?